ഇതാ പിടിച്ചോളി മക്കളെ, ഒരു അടിപൊളി പരിപ്പ് കറി. ഞാനിത് ഉണ്ടാക്കാൻ നിന്നപ്പോഴാണ് ആലോചിക്കുന്നത് എത്ര വിധം പരിപ്പാണില്ലേ എന്ന്. തൂവപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, പരിപ്പ് വട ഉണ്ടാക്കണം വേറെ പരിപ്പ്. ഇവിടെ തന്നെ ഇപ്പോൾ ഞാൻ 3 കുപ്പിയിൽ 3 വിധം പരിപ്പ് കണ്ട്. അതിൽ എനിക്കിഷ്ടമുള്ളൊരു പരിപ്പ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. പരിപ്പ് നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, ഒച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉള്ളി, തക്കാളി, പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ടോ. ഞാനൊരു 5-6 വിസിൽ വരുത്തിയിട്ടുണ്ട്. വിസിലൊക്കെ പോയ ശേഷം നല്ലോണം ഉടച്ചെടുത്ത്, ഒറ്റ പരിപ്പ് പോലും നീറ്റിക്കാൻ പാടില്ല, അക്കോലത്തിൽ ഞാൻ ഉടച്ചെടുത്തിക്കണം കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പച്ചക്കായ് നടു കീറിയിട്ട് ഒരു 3-4 കഷ്ണത്തോ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതും കൂടി ചെറുതൊരു പിന്നെ ഒറ്റ വിസിൽ. എന്നാൽ വിസിലൊക്കെ പോയ ശേഷം പിന്നെ തക്കാളി തേങ്ങയും ചെറിയ ജീരകം കൂടി അരച്ചിട്ട് അതും കൂടി ചേർത്തെടുത്തു കേട്ടോ. പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്, തെറ്റരക്കാലേ പറ്റാത്ത. അങ്ങനെ തേങ്ങ കൂടി അരച്ച് അതിലോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി. ലാസ്റ്റ് വേണമെങ്കിൽ തൂമിക്കാൻ ഞാൻ ഇവിടെ കടുകും കറിവേപ്പിലയും കൂടി തൂമിച്ചിട്ട് കേട്ടോ. ഇതിന് നല്ല ചിക്കൻ ഫ്രൈയോ ഫിഷ് ഫ്രൈയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളി. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഉണക്കമീനായാലും മതി. അപ്പോൾ എങ്ങനെ തയ്യാറാക്കി നോക്കി. അപ്പോൾ ശരി.